ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ വാഴയ്ക്കാണ് ഉണ്ടാക്കുന്നത്. അതും ചവ്വരി ഉപയോഗിച്ചിട്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള പാൽ വാഴയ്ക്ക ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു കടായിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കാഷ്നട്ടും കിസ്മിസും നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10-15 കാഷ്നട്ടും അതേപോലെ ഒരു 10-15 കിസ്മിസും ഇതേപോലെ വറുത്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാൽ വാഴയ്ക്കയ്ക്ക് ഞാനൊരു 3 നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം ആ ഒരു നെയ്യിലേക്ക് തന്നെ ഒരു 3 ഏത്തപ്പഴം നല്ല പഴുത്തതാണ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഒരു മീഡിയം സൈസ് പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. വലിയ പഴമാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പാൽ വാഴയ്ക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തു കഴിയുക. നമുക്കത് മാറ്റി വയ്ക്കുക. ഇനി ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഞാൻ 1 ലിറ്റർ നല്ല ഫാറ്റ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ഈ പാലിൽ കിടന്ന് നന്നായിട്ട് ഇളക്കി മെൽറ്റായി വരണം. ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പാല് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. പാല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരുന്ന സാബുദാന നന്നായിട്ട് വേവിച്ചതാണ് കേട്ടോ. ചവ്വരി നന്നായിട്ട് വേവിച്ചെടുത്ത 1 കപ്പ് ചവ്വരി ഉണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ചവ്വരിയാണ് ഈ ഒരു പാൽവാഴയ്ക്കയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് നല്ല കട്ടിയായിട്ട് വരും, നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ ഇനി ഈ പാൽ നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ ഫാറ്റി മിൽക്ക് എടുക്കുന്നതാണ് നല്ലത്. കൊഴുപ്പ് കുറഞ്ഞ പാൽവാഴയ്ക്കയ്ക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ ഈ ഒരു ചവ്വരിയും കൂടി ഇട്ട് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരും. പക്ഷെ നമുക്ക് കുറേ സമയം ചെറു തീയിലിട്ടിട്ട് ഇതേപോലെ തുടരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. എന്നാൽ മാത്രമേ പാല് നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വരികയുള്ളൂ. ഇനി ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ട് പാലൊക്കെ നന്നായിട്ട് സൈഡെല്ലാം ഇതേപോലെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ കാഷ്നട്ടും കിസ്മിസും വറുത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ പാലിപ്പോൾ അത്യാവശ്യം ഒരു 1/4 ഭാഗം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ പാലൊന്ന് കുറുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഈ ഏത്തപ്പഴത്തിൻ്റെയും കിസ്മിസിൻ്റെയൊക്കെ ടേസ്റ്റ് ഈ പാലിൽ നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്, ഇതേപോലെ നല്ല ബബിൾസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. കണ്ടോ, പാല് നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉള്ളതാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽവാഴയ്ക്ക നമുക്ക് ചവ്വരി ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരെയും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം.